സ്നേഹമുള്ളവരെ, ഇങ്ങനെ ഒരു കഥയുണ്ട്. അതായത് വഴിയിലെ തെരുവിളക്ക്, ആ തെരുവിളക്കിൽ നല്ല പ്രകാശമുണ്ട്. രാത്രിയിൽ ആ തെരുവിലെ നല്ല പ്രകാശമുള്ള വെട്ടത്തിൽ ഒരു സ്ത്രീ അന്വേഷിക്കുകയാണ്. കുറേ സമയമായിട്ട് അന്വേഷിക്കുന്നു. അതിലെ നടന്നു പോകുന്നവരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ഈ സ്ത്രീ എന്താ അന്വേഷിക്കുന്നത്. എന്നാൽ ഒരു സഹോദരൻ ഈ അന്വേഷിച്ചുകൊണ്ടിരുന്ന സ്ത്രീയോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ അന്വേഷിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, എൻ്റെ കൈവശമുണ്ടായിരുന്ന 100 രൂപ എനിക്ക് നഷ്ടപ്പെട്ടു. അത് ഞാൻ വളരെ കാര്യമായിട്ട് വെച്ചിരുന്നതാണ്, നഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ആ നഷ്ടപ്പെട്ടത് അന്വേഷിക്കുകയാണ്. അപ്പം എന്ത് ചെയ്തു, ആ പറഞ്ഞു കേട്ട സഹോദരൻ ഈ സ്ത്രീയോട് കൂടി അവിടെയൊക്കെ അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ആ ചേട്ടൻ ഈ സ്ത്രീയോട് ചോദിച്ചു, അപ്പോൾ ഈ 100 രൂപ എവിടെയാണ് പോയത് എന്ന് ആ സ്ത്രീയോട് ചേട്ടൻ ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറയുക, അത് എൻ്റെ വീട്ടിലാണ് പോയത്. അപ്പോൾ എന്താ വീട്ടിൽ അന്വേഷിക്കാത്തത്? അവിടെ കാര്യമായിട്ട് വെട്ടമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ വെട്ടമുള്ള തെരുവിളക്കിൻ്റെ അടുത്ത് അന്വേഷിക്കാം. ഇങ്ങനെയാണ് ചിലർ. എന്താണെന്നറിയോ, എവിടെയാണോ നഷ്ടപ്പെട്ടത് ആ നഷ്ടപ്പെട്ടതിന് നഷ്ടപ്പെട്ട സ്ഥലത്തല്ല അന്വേഷിക്കുന്നത്, മറ്റ് പല പ്രകാശമുള്ള അല്ലെങ്കിൽ കൂടുതൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവ സാന്നിധ്യ ശക്തിയുമുള്ള സ്ഥലങ്ങൾ അവിടെയല്ല വേണ്ടത്. ഓർക്കുക, നീ നിൻ്റെ ഇന്നലകളിലതായ ജീവിത വഴികളിൽ ചില തെറ്റായ പ്രവണതകളിലൂടെ ദൈവം ആഗ്രഹിക്കാത്തതും അനുവദിക്കാത്തതുമായ ചില സന്തോഷ സുഖങ്ങളുടെയൊക്കെ പിന്നാലെ പോയപ്പോൾ അവിടെ നിനക്ക് നിന്നിലുള്ള ദൈവികത നഷ്ടപ്പെട്ടു, നിന്നിലുള്ള ദൈവിക ചൈതന്യം നഷ്ടപ്പെട്ടു, നിന്നിലുള്ള ദൈവികമായിട്ടുള്ള കൃപ നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ടത് നീ ധ്യാന കേന്ദ്രങ്ങളോ മറ്റ് സ്ഥലങ്ങളിലോ പോയി അന്വേഷിച്ചാൽ കിട്ടിയല്ല. എന്ത് ചെയ്യണം? നീ നിന്നിലേക്ക് തന്നെ തിരിയണം. നീ നിന്നിലേക്ക് തന്നെ തിരിഞ്ഞിട്ട് എൻ്റെ ചില കുറവുകൾ, എൻ്റെ ചില അപാകതകൾ, എൻ്റെ ചില സ്വാർത്ഥ സന്തോഷങ്ങൾ, എൻ്റെ ചില അഹങ്കാര ചിന്തകൾ, ഞാൻ എന്നിൽ തന്നെ അതിനെ തിരുത്തിയെങ്കിൽ മാത്രമേ നിനക്ക് ദൈവം ആഗ്രഹിക്കുന്നതായ നന്മയുടെയും സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഫലം തരാനായിട്ട് സാധിക്കുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എവിടെയാണോ കർത്താവ് നൽകിയ വിലപ്പെട്ടതായ കാര്യങ്ങൾ, കർത്താവ് ഒരുക്കിയ വിലപ്പെട്ടതായ കാര്യങ്ങൾ ചിലപ്പോൾ ചില നിസ്സാരമായ താൽക്കാലികമായ സുഖത്തിനും സന്തോഷത്തിൻ്റെയൊക്കെ പിന്നാലെ പോയി അത് നഷ്ടപ്പെട്ടത്, ആ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് കർത്താവിൻ്റെ മുമ്പിൽ അനുതപിച്ച് തിരിച്ചു വരുമ്പോഴാണ് നമ്മുടെ ജീവിതം ആനന്ദത്തിൻ്റെ ജീവിതമായി മാറുന്നത്. ഇനി ആ സുവിശേഷ ഭാഗത്ത് 3ാമത്തെ നഷ്ടപ്പെട്ടലിൻ്റെ കാര്യമാണ് ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ. അവിടെയാണ് ഈശോ ധൂർത്തപുത്രൻ്റെ ഉപമ എടുത്ത് പറയുന്നത്. സ്നേഹമുള്ളവരെ, ഇളയ മകൻ പിതാവിനോട് കൂടെ ആയിരുന്ന സമയത്ത് പിതാവ് ഭവനത്തിൽ ഒരുക്കിയ സന്തോഷങ്ങളും സുഖങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടും അതിനെ അവൻ ആസ്വദിക്കാൻ പറ്റിയില്ല. പിതാവ് നൽകിയ സുഖവും സന്തോഷവും ആസ്വദിക്കാൻ പറ്റാതെ ലോകം തരുന്ന സുഖവും സന്തോഷവും ആസ്വദിക്കാമെന്ന് കരുതി പിതാവിൽ നിന്ന് അവകാശവും വാങ്ങി ദൂരദേശത്തേക്ക് പുറപ്പെട്ട അവൻ, ആ ധൂർത്തപുത്രൻ, അവൻ്റെ കയ്യിൽ പണമുണ്ടായപ്പോൾ ഇഷ്ടം പോലെ ലോകത്തിലെ കൂട്ടുകാരെ കിട്ടി. ഇഷ്ടം പോലെ ലോകത്തിലെ കൂട്ടുകാരെ കിട്ടിയപ്പോൾ കയ്യിലുണ്ടായിരുന്ന പണം മുഴുവൻ പെട്ടെന്ന് തീർന്നു പോയി. അവിടെ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ഈ ഉപമയിലൂടെ, ഈ സുവിശേഷ ഭാഗത്തിലൂടെ. അതായത് ധൂർത്തപുത്രൻ്റെ ജീവിതത്തിൽ സംഭവിച്ച 3 ഷോക്കുകളും 3 വാക്കുകളും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ, മനസ്സിനെ, ചിന്തയെ ബോധ്യപ്പെടുത്തുന്നു. ധൂർത്തപുത്രൻ്റെ ജീവിതത്തിലുണ്ടായ 3 ഷോക്കുകൾ. ഏതൊക്കെയാണ് 3 ഷോക്കുകൾ? ഒന്നാമത്തത്, അവൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ടായപ്പോൾ ഇഷ്ടം പോലെ കൂട്ടുകാർ. പണം മുഴുവൻ തീർന്നപ്പോൾ ആരും തന്നെ സഹായിക്കാനില്ലല്ലോ എന്ന ചിന്ത. ഒന്നാമത്തെ ഷോക്കത, ആരും തന്നെ സഹായിക്കാൻ ഇല്ലല്ലോ, എവിടുന്നും തനിക്ക് ഒരു സഹായം കിട്ടുന്നില്ലല്ലോ. ഇതാ ഈ ഒന്നാമത്തെ ഷോക്കിൽ
അവനിലേക്ക് തന്നെ നോക്കി. അവനിലേക്ക് നോക്കിയപ്പോൾ അവൻ്റെ ശരീരത്തിന് നല്ല ആരോഗ്യമുള്ളതായി അവൻ കണ്ടു. അവിടെ ഒന്ന് ചിന്തിച്ചു, എൻ്റെ ഈ ശരീരത്തിലെ ആരോഗ്യം കൊണ്ട് ഞാൻ ജോലി ചെയ്ത് പണമുണ്ടാക്കി ഞാൻ സുഖമായിട്ട് ജീവിക്കും, ജോലി ചെയ്ത് പണമുണ്ടാക്കി ഞാൻ നന്നായിട്ട് ജീവിക്കും എന്ന് കരുതിയ അവൻ ജോലിക്ക് വേണ്ടി പല സ്ഥലത്തും അന്വേഷിച്ചു. ജോലിക്ക് വേണ്ടി പല സ്ഥലത്തും അന്വേഷിച്ചിട്ടും അവന് ജോലി കിട്ടിയില്ല. അപ്പോൾ അവൻ്റെ ഉള്ളിലുണ്ടായ രണ്ടാമത്തെ ചിന്തയാണ്, രണ്ടാമത്തെ ഷോക്ക്. അതാണ്, ആരും എന്നെ പരിഗണിക്കുന്നില്ലല്ലോ. എൻ്റെ ആരോഗ്യം, ജോലി ചെയ്ത് പണമുണ്ടാക്കാം എന്ന് കരുതി ഞാൻ ജോലി അന്വേഷിച്ച് പോയിട്ട് ആരും എന്നെ പരിഗണിക്കുന്നില്ലല്ലോ എന്ന അവൻ്റെ ചിന്ത. ഈ ചിന്ത അവനെ നയിച്ചതാണ് ഒരു യഹൂദ പശ്ചാത്തലം അനുസരിച്ച് പന്നികളെ നോക്കുക ജോലി എന്ന് പറഞ്ഞാൽ ഏറ്റവും അപമാനകരമായ ജോലി. ഇതാ ഏറ്റവും അപമാനകരമായ പന്നികളെ നോക്കുന്ന ജോലി അവൻ ചെയ്തു തുടങ്ങി. പന്നികളെ നോക്കുന്ന ജോലി അവൻ ചെയ്തിട്ടും അവൻ്റെ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് ജോലി ചെയ്തിട്ടും വിശപ്പ് അതുപോലെ തന്നെ, ജോലി ചെയ്തിട്ടും വിശപ്പ് മാറ്റാനായിട്ടൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ഒന്നും കിട്ടാതെ വന്നപ്പോഴാണ് മനുഷ്യൻ്റെ അവസ്ഥയിൽ നിന്ന് മൃഗത്തിൻ്റെ അവസ്ഥയിലേക്ക് താണത് എന്ന് പറഞ്ഞാൽ, അവൻ പന്നി തിന്നിരുന്ന തവിട്, ആ തവിട് എടുക്കാൻ വേണ്ടി ആ തവിട് പന്നി തിന്നുകൊണ്ടിരുന്ന അമരത്തൊട്ടിയുടെ അടുക്കലേക്ക് ചെന്നിട്ട് ആ പന്നി തിന്ന തവിടെടുക്കാൻ കൈ നീട്ടിയപ്പോൾ തവിട് തിന്നുകൊണ്ടിരുന്ന പന്നികളിൽ ഒരെണ്ണം എടുക്കാനായിട്ട് നീട്ടിയ കൈക്കിട്ടൊരു തട്ട് കൊടുത്തിട്ട് അവനോട് പറഞ്ഞു, നീ പോടാ നിൻ്റെ അപ്പൻ്റെ അടുക്കൽ, ഇത് ഞങ്ങൾക്കുള്ള അവകാശമാടാ. ആ തട്ടാണ് അവൻ്റെ ജീവിതത്തിലെ മൂന്നാമത്തെ ഷോക്ക്. ആ തട്ടാണ് അവൻ്റെ കണ്ണ് തുറപ്പിച്ചത്. സ്നേഹമുള്ളവരെ, ഈ 3 ഷോക്കിലൂടെ അവൻ്റെ ഉള്ളിൽ 3 വാക്കുകൾ ലഭിച്ചു, 3 ബോധ്യങ്ങൾ. അതിലെ ഒന്നാമത്തെ ബോധ്യമാണ് ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 17-ാം തിരുവചനം. അപ്പോൾ അവന് സുബോധമുണ്ടായി. ഇതാ, ഏതൊരു വ്യക്തിയും പാപം ചെയ്ത് പാപത്തിൻ്റെ അവസ്ഥയിൽ കഴിയുമ്പോൾ അവന് ഉണ്ടാകേണ്ടതായ ബോധ്യം സുബോധമാണ്. എന്താണ് ഈ സുബോധം അവന് കൊടുത്തത്? സുബോധം അവന് 3 ചിന്തകൾ കൊടുത്തു. ഒന്നാമത്തെ ചിന്ത, അവൻ ആയിരുന്ന അവസ്ഥ. അതാണ്, അവൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു. ആയിരുന്ന അവസ്ഥ. 2, അവൻ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ. ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു. ഇനി അവിടെ നിന്ന് അവന് അടുത്തൊരവസ്ഥയെക്കുറിച്ച് ബോധ്യം കൊടുത്തു. അതാണ് ആയിരിക്കേണ്ട അവസ്ഥ. ആയിരുന്ന അവസ്ഥ, ആയിരിക്കുന്ന അവസ്ഥ, ആയിരിക്കേണ്ട അവസ്ഥ. സുബോധമുണ്ടായപ്പോൾ 3 അവസ്ഥയെക്കുറിച്ചുള്ള തിരിച്ചറിവ് അവന് കിട്ടി. അവൻ അടുത്ത അവന് വാക്കാണ്. ഈ തിരിച്ചറിവുണ്ടായപ്പോൾ അടുത്ത അവനെടുത്ത തീരുമാനമാണ്, ഞാൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും. സ്നേഹമുള്ളവരെ, തിരിച്ചു വരവിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് സുബോധവും എഴുന്നേൽക്കലുമാണ്. അവൻ എഴുന്നേറ്റു. അവൻ്റെ അന്ന് വരെയുള്ള ആ കിടന്ന അവസ്ഥയിൽ നിന്നും അവൻ എഴുന്നേൽക്കാൻ തയ്യാറായി. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 20-ാം തിരുവചനം നമ്മുടെ ഓരോരുത്തരുടെയും കൺമുമ്പിൽ, നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കേണ്ട ഒരു ബോധ്യമാകണം. നീ ഒരിക്കലും താൽക്കാലികമായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില പാപസുഖങ്ങൾ ഇത് സ്ഥിരമായിട്ടുണ്ടാകും എന്ന് നീ കരുതരുത്. അത്തരത്തിലുള്ള ഓരോ വഴിയിലൂടെയും, ഓരോ കാഴ്ചപ്പാടിലൂടെയും, ഓരോ ചിന്താഗതിയിലൂടെയും നീ പോകുമ്പോഴും നയിക്കുമ്പോഴും ഒക്കെ നിനക്ക് സുബോധമുണ്ടാകണം. സുബോധം. ഈ സുബോധം ഒരു പാപസുഖവും
നഷ്ടപ്പെടുത്താൻ ഇടയായിത്തീരരുത്. നഷ്ടപ്പെടുത്താൻ ഇടയാകാതിരുന്നാലേ നിനക്ക് എഴുന്നേൽക്കാനായിട്ട് സാധിക്കുള്ളൂ. ആ ധൂർത്തപുത്രൻ എഴുന്നേറ്റിട്ട് അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിനോട് പറയും. അതാ മൂന്നാമത്തെ വാക്ക, ഞാൻ എൻ്റെ പിതാവിനോട് ഏറ്റുപറയും. തെറ്റിനെ മനസ്സിലാക്കുന്നവനും അംഗീകരിക്കുന്നവനും തിരിച്ചറിയുന്നവനെ ഏറ്റുപറയാനായിട്ട് സാധിക്കുള്ളൂ. ഈ ഏറ്റുപറച്ചിൽ ഞാൻ ഒന്നും മറച്ചു വെക്കാതെ എല്ലാം എൻ്റെ പിതാവിനോട് ഏറ്റുപറയാൻ തയ്യാറാകുന്ന ഓരോ വ്യക്തിയെയും അവൻ്റെ പാപത്തെ കഴുകി, പാപമാലിന്യങ്ങളെ കഴുകി, പാപപ്രവണതയെ കഴുകി ദൈവം ആ വ്യക്തിയെല്ലാം വീണ്ടെടുത്ത് അനുഗ്രഹിക്കും.